നമസ്കാരം, ദീപിക ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇറാനിൽ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനയ്ക്കെതിരെ നടക്കുന്ന പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്തതിന് ഇർഫാൻ സുൽത്താനി എന്ന 26-കാരനെ തൂക്കിലേറ്റാൻ ഉത്തരവിട്ട് ഇറാൻ ഭരണകൂടം. ജനുവരി 14 ബുധനാഴ്ച ശിക്ഷ നടപ്പാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ജനുവരി ആദ്യവാരം മുതൽ ഇറാനിലുടനീളം വ്യാപിച്ച ഖമനൈ വിരുദ്ധ പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്തതിനാണ് ഇർഫാനെ അറസ്റ്റ് ചെയ്തത്. ദൈവത്തിനെതിരെ യുദ്ധം ചെയ്തു എന്ന കുറ്റമാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഇർഫാൻ അഭിഭാഷകനെ നിയമിക്കാനോ കോടതിയിൽ സ്വന്തം ഭാഗം വാദിക്കാനോ അവസരം നൽകിയില്ലെന്ന് മനുഷ്യാവകാശ സംഘടനകൾ ആരോപിക്കുന്നു. ശിക്ഷാവിധിക്ക് ശേഷം കുടുംബത്തിന് വെറും 10 മിനിറ്റ് മാത്രമാണ് ഇർഫാനെ കാണാൻ അനുവാദം നൽകിയത്. നിലവിലെ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ആദ്യത്തെ തൂക്കിലേറ്റൽ ശിക്ഷയാണിത്. നേരത്തെ വെടിവെച്ചായിരുന്നു ഇത്തരം ശിക്ഷകൾ നടപ്പാക്കിയിരുന്നത്. പ്രതിഷേധക്കാരെ ഭയപ്പെടുത്താനാണ് ഭരണകൂടം ഇത്തരമൊരു നീക്കം നടത്തുന്നതെന്നാണ് നിരീക്ഷകർ കരുതുന്നത്. പ്രക്ഷോഭങ്ങളിൽ ഇതുവരെ 648ഓളം പേർ കൊല്ലപ്പെട്ടതായും ആയിരക്കണക്കിന് ആളുകൾ ജയിലിലായതായും റിപ്പോർട്ടുകളുണ്ട്. ഇർഫാന്റെ വധശിക്ഷ തടയാൻ അന്താരാഷ്ട്ര സമൂഹം ഇടപെടണമെന്ന് മനുഷ്യാവകാശ സംഘടനകൾ ആവശ്യപ്പെടുന്നുണ്ട്. ഇറാനിലെ നിലവിലെ സ്ഥിതിഗതികൾ കണക്കിലെടുത്ത് അമേരിക്കൻ എംബസി തങ്ങളുടെ പൗരന്മാരോട് രാജ്യം വിടാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രക്ഷോഭകരെ അടിച്ചമർത്തരുതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ തന്നെ ഇറാൻ ഭരണകൂടത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. പ്രക്ഷോഭകന് വധശിക്ഷ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ അമേരിക്ക കടുത്ത നടപടിക്ക് മുതിരുമോ എന്ന ആകാംക്ഷയിലാണ് ലോകം. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ CPMന് കനത്ത തിരിച്ചടി. മുതിർന്ന നേതാവും കൊട്ടാരക്കര മുൻ MLAയുമായ ഐഷ പോറ്റി കോൺഗ്രസിൽ ചേർന്നു. സംസ്ഥാന അധ്യക്ഷൻ സണ്ണി ജോസഫാണ് ഐഷ പോറ്റിക്ക് അംഗത്വം നൽകിയത്. കോൺഗ്രസിന്റെ രാപ്പകൽ സമരത്തിന്റെ വേദിയിലെത്തിയാണ് അംഗത്വം സ്വീകരിച്ചത്. സമരവേദിയിലെത്തിയ ഐഷ പോറ്റിയെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ സ്വീകരിച്ചു. കുറെ കാലമായി CPMുമായി നീരസത്തിലായിരുന്നു ഐഷ പോറ്റി. ഐഷ പോറ്റി കൊട്ടാരക്കരയിൽ UDF സ്ഥാനാർത്ഥിയാകുമെന്നാണ് സൂചന. അതേസമയം ഐഷ പോറ്റി വർഗവഞ്ചകയാണെന്നും സ്ഥാനമാനങ്ങളോട് ആർത്തിയാണെന്നും CPM പ്രതികരിച്ചു. അവർ പാർട്ടി വിടേണ്ട യാതൊരു സാഹചര്യവും ഉണ്ടായിരുന്നില്ലെന്ന് മേഴ്സിക്കുട്ടിയമ്മ പ്രതികരിച്ചു. എന്നാൽ പാർട്ടിയിൽ തനിക്ക് അവഗണനയായിരുന്നുവെന്നും ആരെയും പ്രത്യേകം കുറ്റപ്പെടുത്താനില്ലെന്നും ഐഷ പോറ്റി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. തെരുവുനായ വിഷയത്തിൽ മൃഗസ്നേഹികളെ വീണ്ടും വിമർശിച്ച് സുപ്രീം കോടതി. തെരുവുനായകളെ പിടികൂടാൻ പോയ മുനിസിപ്പൽ ജീവനക്കാരെ നായസ്നേഹികളായ അഭിഭാഷകർ ആക്രമിച്ചത് എത്ര മോശകരമായ കാര്യമാണെന്ന് കോടതി ചോദിച്ചു. തെരുവുനായ്ക്കൾ പ്രത്യേകതരം വൈറസ് വാഹകരാണെന്നും കോടതി പരാമർശിച്ചു. എന്നാൽ പരിസ്ഥിതിയുടെ നിലനിൽപ്പിനും പാമ്പുകളെ പോലുള്ള ജീവികളുടെ എണ്ണം വർദ്ധിക്കുന്നത് തടയുന്നതിനും നായകൾ സഹായകമാണെന്നാണ് മൃഗസ്നേഹികളുടെ വാദം. ഇതിന് മറുപടിയായി നായകൾ 9 വയസ്സുള്ള കുട്ടിയെ ആക്രമിച്ചാൽ ആരായിരിക്കും ഉത്തരവാദിയെന്നും ഇവയ്ക്ക് ഭക്ഷണം നൽകുന്ന സംഘടന ഉത്തരവാദിത്തം ഏറ്റെടുക്കുമോ എന്നും കോടതി ചോദിച്ചു. ഈ വിഷയത്തിൽ തങ്ങൾ കണ്ണടച്ചിരിക്കണോ എന്നും സുപ്രീം കോടതി ആരാഞ്ഞു. നായ്ക്കളുടെ കടിയേറ്റാലും മരണമുണ്ടായാലും അവർ ഉത്തരവാദികളായിരിക്കണം. അവയെ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുക, അവിടെ സൂക്ഷിക്കുക. എന്തിനാണ് അവയെ ചുറ്റി നടന്ന് കടിക്കാൻ വിടുന്നത് എന്നും കോടതി ചോദിച്ചു. ABC നിയമങ്ങൾ നടപ്പിലാക്കുന്നതിൽ ദയനീയമായി പരാജയപ്പെട്ടുവെന്ന് പറഞ്ഞ സുപ്രീം കോടതി എല്ലാ സംസ്ഥാന സർക്കാരുകളെയും രൂക്ഷമായി വിമർശിച്ചു. പീഡനക്കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയെ 3 ദിവസത്തേക്ക് SIT കസ്റ്റഡിയിൽ വിട്ട് കോടതി. ജനുവരി 15 വൈകിട്ട് ഹാജരാകണമെന്നും കോടതി നിർദ്ദേശിച്ചു. 7 ദിവസത്തെ കസ്റ്റഡി അപേക്ഷയാണ് SIT കോടതിയിൽ സമർപ്പിച്ചത്. അതേസമയം കോടതിയുടെ പുറത്ത് പ്രതിഷേധവുമായി DYFI യുവമോർച്ച പ്രവർത്തകർ സംഘടിച്ചെത്തി. രാഹുലിനെ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ച തിരുവല്ല താലൂക്ക് ആശുപത്രിക്ക് മുന്നിലും പ്രതിഷേധക്കാർ എത്തിയിരുന്നു. രാഹുലിനെതിരെയുള്ള പോസ്റ്ററുകളും ഇവരുടെ കയ്യിലുണ്ടായിരുന്നു. രാഹുലിനെതിരെ മുട്ടയേറും നടന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി കേരളത്തിൽ വിസ്മയങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇടതുമുന്നണിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് കേരള കോൺഗ്രസ് M. അവരുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന ഒന്നും തങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് മുൻപായി കേരളത്തിൽ വിസ്മയങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. LDFിലുള്ള കക്ഷികളും NDAയിലുള്ള കക്ഷികളും നിഷ്പക്ഷരായ ആളുകളും UDFന്റെ പ്ലാറ്റ്ഫോമിലേക്ക് വരും. അവർ ആരൊക്കെയാണ് എന്ന് ഇപ്പോൾ ദയവായി ചോദിക്കരുത്, കാത്തിരിക്കാനും സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇതിനിടെ കേരള കോൺഗ്രസ് M ചെയർമാൻ ജോസ് കെ മാണിയെ കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി നേരിട്ട് UDFിലേക്ക് ക്ഷണിച്ചെന്ന് വാർത്തകൾ പ്രചരിച്ചു. കേരള കോൺഗ്രസ് M LDF വിട്ട് UDFിലേക്ക് വരുമെന്നും വാർത്തകൾ വന്നതോടെ ഇത് നിഷേധിച്ചുകൊണ്ട് കേരള കോൺഗ്രസ് M പത്രക്കുറിപ്പിറക്കി. അങ്ങനെ ചർച്ചകളൊന്നും നടന്നിട്ടില്ലെന്നും പത്രക്കുറിപ്പിൽ പറയുന്നു. അഭ്യൂഹങ്ങൾ മാത്രമാണെന്ന് പാർട്ടി നേതാവും മന്ത്രിയുമായ റോഷി അഗസ്റ്റിനും പ്രതികരിച്ചു. കഴിഞ്ഞ ദിവസം ഇടതുമുന്നണി സമരത്തിനു ശേഷം റോഷി തുടരും എന്ന ക്യാപ്ഷനുമായി സമരത്തിന്റെ ഫോട്ടോ പങ്കുവച്ചിരുന്നു. പ്രമോദ് നാരായണൻ MLAയും ഇത് പങ്കുവച്ചു. ഇതോടെ ഇവർ LDFിനൊപ്പമാണെന്നും എന്നാൽ ബാക്കിയുള്ള പ്രധാന നേതാക്കൾ UDFിലേക്ക് പോകണമെന്ന അഭിപ്രായക്കാരാണെന്നുമുള്ള ശക്തമായ പ്രചാരണവും ഉണ്ടായി. ഇതിനെ തള്ളിയാണ് റോഷിയും പാർട്ടി നേതൃത്വവും ഇന്ന് രംഗത്ത് വന്നത്. സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പ് നടന്ന 3 തദ്ദേശ വാർഡുകളിൽ 2ലും UDF ജയം. വിഴിഞ്ഞം UDF തിരിച്ചുപിടിച്ചപ്പോൾ പായിപ്പാടം നിലനിർത്തി. ഓണക്കൂറിൽ LDFിനാണ് ജയം. വിഴിഞ്ഞത്ത് 83 വോട്ടിനായിരുന്നു UDF സ്ഥാനാർത്ഥി KH സുധീർ ഖാന്റെ ജയം. ഇതോടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ UDFന്റെ കക്ഷിനില 20ആയി ഉയർന്നു. ഏറെ ശ്രദ്ധിക്കപ്പെട്ട വിഴിഞ്ഞം കോർപ്പറേഷൻ വാർഡ് തെരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനത്ത് LDF സ്ഥാനാർത്ഥി നൌഷാദും 3ാം സ്ഥാനത്ത് BJP സ്ഥാനാർത്ഥി സർവശക്തിപുരം ബിനുവും എത്തി.
ഈ തെരഞ്ഞെടുപ്പ് BJPക്ക് നിർണായകമായിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു സ്വതന്ത്രന്റെ പിന്തുണയോടെയാണ് അവർ 51 കേവല ഭൂരിപക്ഷം തികച്ച് ഭരിക്കുന്നത്. വിഴിഞ്ഞത്ത് ജയിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ സ്വന്തം നിലയിൽ ഭൂരിപക്ഷം നേടാൻ അവർക്ക് കഴിയുമായിരുന്നു. എന്നാൽ സുധീറിന് 2902 വോട്ടും LDF സ്ഥാനാർത്ഥിയായ നൌഷാദിന് 2819 വോട്ടും പിടിച്ചപ്പോൾ BJP സ്ഥാനാർത്ഥി സർവശക്തിപുരം ബിനുവിന് 2437 വോട്ടാണ് ലഭിച്ചത്. ശബരിമല ദ്വാരപാലക ശില്പക്കേസിലും തന്ത്രി കണ്ഠര് രാജീവർക്ക് തിരിച്ചടി. തന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ SITക്ക് കോടതി അനുമതി നൽകി. തന്ത്രിക്ക് തട്ടിപ്പിൽ ബന്ധമുണ്ടെന്ന റിപ്പോർട്ട് SIT കൊല്ലം വിജിലൻസ് കോടതിയിൽ നൽകിയിരുന്നു. സ്വർണം ചെമ്പാക്കിയ വ്യാജ മാസ്റ്ററിൽ തന്ത്രി ഒപ്പിട്ട് ഗൂഢാലോചനയിൽ പങ്കാളിയായെന്ന് SIT കോടതിയെ അറിയിച്ചു. ജയിലിലെത്തി അന്വേഷണ സംഘം അറസ്റ്റ് രേഖപ്പെടുത്തും. കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചി വിടാൻ സാധ്യത. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കെ വൻതുക വാടകയായി നൽകി കലൂർ ജയലൻ സ്റ്റേഡിയത്തിൽ കളിക്കണോ എന്ന ചിന്തയിലാണ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ്. കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചി വിടുന്ന കാര്യത്തെക്കുറിച്ച് ആലോചനകൾ നടക്കുന്നുണ്ടെന്ന് ടീമുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ ദീപികയോട് പ്രതികരിച്ചു. ഫുട്ബോളിന് കൂടുതൽ ആരാധകരുള്ള മലപ്പുറം, കോഴിക്കോട് മേഖലകളാണ് പുതിയ ഹോം ഗ്രൗണ്ടായി പരിഗണനയിൽ. എന്നാൽ അന്തിമ തീരുമാനമായിട്ടില്ലെന്ന് ടീമുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പ്രതികരിച്ചു. ഇതിനിടെ വിദേശ താരങ്ങളിൽ പലരും ടീം വിട്ടുകഴിഞ്ഞു. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റനും മിഡ്ഫീൽഡറും ഏറ്റവും മികച്ച താരവുമായിരുന്ന അഡ്രിയാൻ ലൂണ, മറ്റൊരു വിദേശ താരമായ നോവ സദോയ് എന്നിവർ മറ്റൊരു ക്ലബിൽ ചേർന്നു. ഈ സീസണിൽ ഇവർ ബ്ലാസ്റ്റേഴ്സിനൊപ്പം ഉണ്ടാവില്ല. ഫെബ്രുവരി 14-നാണ് ISL മത്സരങ്ങൾ ആരംഭിക്കുന്നത്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും റെക്കോർഡ് വർധന. ഇന്ന് ഗ്രാമിന് 35 രൂപയും പവന് 280 രൂപയുമാണ് വർദ്ധിച്ചത്. ഇതോടെ സ്വർണ്ണവില ചരിത്രത്തിൽ ആദ്യമായി ഗ്രാമിന് 13,065 രൂപയും പവന് 1,04,520 രൂപയുമായി. അതേസമയം 18 ക്യാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് 30 രൂപ വർദ്ധിച്ച് 10,740 രൂപയിലെത്തി. 14 ക്യാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് 25 രൂപ വർദ്ധിച്ച് 8,365 രൂപയും 9 ക്യാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് 15 രൂപ വർദ്ധിച്ച് 5,395 രൂപയുമായി. ഇതോടുകൂടി പ്രധാന വാർത്തകൾ അവസാനിച്ചു. സത്യസന്ധമായ വാർത്തകൾ അറിയാൻ ദീപിക ന്യൂസ് ഫോളോ ചെയ്യൂ.